ഹൈ ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂവിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പം തമിഴ് മൂവിയാണ്. ഇത് കണ്ടിട്ട് കുറച്ച് ദിവസമായപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ എത്തിക്കാൻ ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രത്തിൻ്റെ പേര് DNA എന്നാണ്. 2024 മലയാളത്തിൽ നിന്ന് ഒരു മലങ്ങളിട്ട് വന്നിരുന്നു DNA എന്ന് പറഞ്ഞ ചിത്രം. ഇതുവരെയും പകുതിയിലേറെ പേർ ചിത്രം കണ്ടിട്ട് OTT റിലീസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് ശേഷം തമിഴിൽ നിന്നും ഒരു DNA വന്നിരിക്കുകയാണ് 2025 DNA. ഇതിൻ്റെ DNA എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, മെഡിക്കലുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. കണ്ടൻറ്റ് കൂടെ ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന് പൂർണ്ണമായിട്ടും വിശേഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ കഥയ്ക്ക് മുന്നോട്ട് പോകുന്നത്. നെൽസൺ വെങ്കടേഷാണ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജയിലറിലെ നെൽസനല്ല, ഇത് പുതിയൊരു നെൽസൺ എന്നാണ് എൻ്റെ വിശ്വാസം. മുൻ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഡൗട്ടാണ്. അതുപോലെ കാശിങ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അഥർവ, അതുപോലെ നിമിഷ സജയൻ തുടങ്ങിയ ഇപ്പോൾ തന്നെ മൈൻ കാശിങ് വന്നിട്ടുള്ളത്. ബാക്കി ഒന്നിലേറെ ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പരിചയമുള്ള ചില മുഖങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ആരുടെ പേരും അങ്ങനെ വ്യക്തമായി അറിയാത്തതുകൊണ്ട് ആരുടെ പേരും എടുത്തു പറയുന്നില്ലതാണ്. തീർച്ചയായിട്ടും ഇതിൽ കാസ്റ്റിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി വൈസ് മുന്നോട്ട് പോകുന്നുണ്ട്. ബാൻഡ് സ്കോറൊക്കെ ആണെങ്കിലും ഒരു ത്രില്ലറിങ് എന്താണ് കാണേണ്ടത് രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇമോഷണൽ ആവുന്ന സമയത്ത് ഇമോഷണലൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പടത്തിന് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. നമുക്ക് അതിലോട്ട് വരാം. ഒരു പഴയൊരു കാലഘട്ടത്തിൽ നിന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നു, അവർ ഒരുപാട് ഡെലിവറികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡോക്ടറിങ് കാണിക്കുന്നു, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ടുഡേ എന്ന് പറഞ്ഞ നമ്മുടെ നായകനിലോട്ട് എത്തുന്നുണ്ട്. നായകൻ സ്ഥിരം പാറ്റേൺ പോലെ ലവ് ഫെയിലർ അടിച്ച് നടക്കുന്ന ഒരു നായകനാണ്. അതായത് നായക തേച്ചിട്ട് പോകുന്നു. അപ്പോൾ ആ ഡിപ്രഷനിൽ കുറേ കള്ളു കുടിക്കുന്നു, കഞ്ചാവ് അടിച്ച് നടക്കുന്നു. അതൊക്കെയായിട്ടാണ് കഥയുടെ കണ്ടൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഡിപ്രഷനിൽ പോകുന്ന നായകൻ കുടുംബത്തിന് തലവേദന, സ്വന്തം അച്ഛൻ പോലും ശപിക്കുന്നുണ്ട്. ഇതിൽ നീ നന്നാവില്ല, നീ ഒഴുത്തു ചാവുള്ള എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശപിക്കുന്നുണ്ട്. അപ്പോൾ കാരണം അത്രയും തലവേദന ഉണ്ടാക്കുന്ന ഒരു നായകൻ. അപ്പോൾ ആൾ ഈ പെണ്ണ് പോയിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്നുണ്ട്. പണ്ടത്തെ ആൾ എങ്ങനെയാണ് അഥർവാട് സിനിമകളൊക്കെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിലും സ്റ്റാർട്ടിലൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ലുക്കും കാര്യങ്ങളൊക്കെ കിടുവായിട്ട് തന്നെ സ്ലാങ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കും നമ്മുടെ കഥാനായിക നിമിഷ സജനെ കാണിക്കുന്നുണ്ട്. കുറച്ച് മെൻ്റലി പ്രോബ്ലമുള്ളൊരു ആളായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ എന്ന് വെച്ചാൽ സ്ഥിരം പാറ്റേൺ പോലെ ചെയ്യാത്ത ഒരു റോള്, ഓവർ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കാതെ നമുക്ക് കൂടുതലായിട്ട് ഒന്നും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന തരത്തിലാണ് അവരുടെ പ്രകടനം ഇതിൽ കാഴ്ച വെച്ചിട്ടുള്ളത്. അങ്ങനെ വീട്ടുകാർ പ്ലാൻ ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു, അത് മുന്നോട്ട് പോകുന്നു. അതൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും എൻ്റെ കണ്ടൻറ്റ് എന്ന് നോക്കി കഴിഞ്ഞാൽ കൂടുതലും സ്പോയിലർ DNA എന്ന് പറയുന്ന മെഡിക്കൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും പല ലീഗിൽ അല്ലാണ്ട് പല ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതെന്തായാലും ഇതിൻ്റെ ഒരു ടീം വർക്കിന് ഒരു വിജയിച്ച ടീം വർക്കിന് ഒരു നല്ല വർക്ക് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് അത്രയും സ്ട്രോങ് തന്നെയാണ്. പക്ഷേ പോലും പല ഭാഗത്ത് നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും ഒരു പോരായ്മ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതായത് നല്ല രീതിയിൽ തന്നെ ലാഗിങ് അനുഭവപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. പിന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ കണ്ടൻറ്റ് കാണാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റിയും ഇതിൻ്റെ ഇൻ്റർവെൽ സീൻസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു, ഭയങ്കര ത്രില്ലിങ്ങായി മുന്നോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് ഒറ്റ ഒരു കണ്ടൻറ്റ് മാത്രം, ആരായിരിക്കും ഇതിനെല്ലാം പിന്നിൽ, ആരായിരിക്കും വില്ലൻ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ കണ്ടൻറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് അറിഞ്ഞോടുകൂടി അല്ലെങ്കിൽ ആളിലേക്ക് എത്താൻ വേണ്ടി നല്ല ലാഗിങ് ഇട്ടുപോകും. നല്ല രീതിയിൽ തന്നെ നല്ല അഴച്ചിലും നല്ല മടുപ്പും തന്നെയാണ് സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്നത്. കാരണം പൂർണ്ണമായിട്ടും ത്രില്ലിങ് മൂവ്മെൻറ്റ്സ് നമ്മൾ അടുത്തതായി കണ്ടിട്ടുള്ള ട്യൂൺസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇരട്ടകളുടെ പ്രകടനം, അങ്ങനെ ഇരട്ടകൾ പരട്ടകളാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ചില സീൻസിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ കഥ ഞാൻ മുന്നോട്ട് പോകുന്നു. വില്ലനായിട്ടൊരു മണ്ണായിട്ടാണ് വില്ലനെ കാണിച്ചിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വില്ലൻ എന്ന് വെച്ചാൽ വില്ലനെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടവും, അത്രയും ദരിദ്രം പിടിച്ച ഒരു വില്ലനായിട്ടാണ് വന്നിട്ടുള്ളത്. വില്ലൻ കോടീശ്വരാവുന്ന കഥയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് സ്ഥിരമായിട്ടുള്ള ഏതൊരു വില്ലനും പറയാനുള്ള കഥകളും മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്താണെന്നൊക്കെ ഇങ്ങനെ DNA മുന്നോട്ട് പോകും. ത്രില്ലിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഭാഗത്ത് നമുക്ക് ത്രില്ലിംഗായി മുന്നോട്ട് പോകുന്നുണ്ട്. ത്രില്ലിംഗ് അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സീൻസൊക്കെ ലാഗും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കണ്ടൻറ്റ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയോട് മുന്നോട്ട് പോകുന്ന കണ്ടൻറ്റ് തന്നെ. കുറച്ചും കൂടിയൊക്കെ സെക്കൻഡ് ഹാഫിൽ നന്നാക്കാമായിരുന്നെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ അനുഭവപ്പെട്ടു. പാട്ടുകളും അത്യാവശ്യം കൊള്ളാമായിരുന്നു. ഇപ്പം എൻ്റെ ബാൻഡ് സ്കോർ ആണെങ്കിലും സീൻസൊക്കെ ഇമോഷൻസൊക്കെ ആണെങ്കിലും കണ്ട് ചെയ്യുന്ന ചില സീൻസൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നിമിഷ സജൻ്റെ സീൻസൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. ബാക്കി ഒരുപാട് കുട്ടികളായിട്ടുള്ള സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് തോന്നാത്ത തരത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മളിതൊക്കെ പല പടത്തിലും കണ്ടിട്ടുള്ള ആളാണ്. ഇതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ തട്ടിക്കൊണ്ട് പോക്കും അതുപോലെ അങ്ങോട്ടും മാറ്റി വെക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലൊരു പടത്തിൽ മെയിനായിട്ട് ഈ ഒറ്റ സീൻസിൽ മാത്രമായി കാണിക്കുന്നതിൽ പല കാര്യങ്ങൾ മുന്നോട്ട് അന്വേഷിച്ച് പോകുന്നുണ്ട്. ഏകദേശം ഒരുപാട് കുട്ടികളെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന കഥകളൊക്കെ നമ്മൾ ഒരുപാട് ചിത്രത്തിൽ കണ്ടിട്ടുള്ള. അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ 1000 Babies എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ റിലീസായിരുന്നു ആ ടൈമിൽ. അതും അത്യാവശ്യം ഇതേപോലത്തെ ഒരു കണ്ടൻറ്റൊക്കെ അന്വേഷിച്ച് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്.
പക്ഷെ അതൊരു ഫാമിലിക്ക് സംഭവിക്കുന്നു. അവർക്ക് തിരിച്ചറിയുന്നു സ്വന്തം അമ്മയ്ക്കാണ് ഏതൊരു മകനെയും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുള്ളൂ. അത് ജനിച്ച പോലെ തൻ്റെ കുഞ്ഞല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, കുട്ടിയെ തിരിച്ച് കിട്ടുമോ ഇല്ല, ആരായിരിക്കും ഇതൊരു പിന്നീടൊന്നും ഇനി മറ്റാർക്ക് സംഭവിക്കുക എന്നൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അത് കുറച്ച് ത്രില്ലിങ്ങോട് കൂടി തന്നെയാണ്, മൂമെൻറ്റ്സോട് കൂടി തന്നെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതൊരു ഓക്കെ ലെവൽ തന്നെയാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു ഡിഗനെ കുറിച്ച് പറയുമ്പോൾ ഈ സമീപകാലത്തായിട്ട് തമിഴ് സിനിമയിലല്ല അഥർവ ഫിലിംസിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒരു ഡീസൻറ്റ് വാച്ചബിൾ പടമായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു ഏവറേജ് അനുഭവമായിട്ടാണ് ഡിഗൻ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഡിഗനെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അഥവാ OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ പരിഗണിക്കുക. ആയിരിക്കും. ബൈ ബൈ.